നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ ഈ കമ്പനി തകർക്കാൻ നോക്കുന്ന ആരാണെന്ന് അച്ഛനും അമ്മയ്ക്കും അരുണേട്ടനും എല്ലാവർക്കും അറിയാം. ആ സത്യം മറച്ചു വെച്ച് തന്നെയാ ഇപ്പൊ എന്നെ ശ്യാമയും കുറ്റപ്പെടുത്തുന്നത്. ഓക്കെ, ഇവിടുത്തെ ഇഷ്യൂസും ആ സഹകരണ സംഘം തമ്മിൽ എന്താ ബന്ധം മനസ്സിലാവുന്നില്ല. ഇവിടെ ആര് കമ്പനി തകർക്കാൻ നോക്കുന്നുവോ ആ ആള് തന്നെയാണ് അവിടെയും പ്രശ്നം ഉണ്ടാക്കിയത്. മൂന്ന് മാസത്തെ പെൻഡിങ്. എത്ര ലക്ഷം രൂപയാ ഈ കമ്പനി സഹകരണ സംഘത്തിന് കൊടുക്കാനുള്ളത്? അത് പറ. കുറച്ച് പെൻഡിങ് ഉണ്ട്. ആ ക്യാഷ് ബസ് അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞല്ലോ. 3 മാസത്തെ പെൻഡിങ്, ലക്ഷങ്ങളാണ് കൊടുക്കാനുള്ളത്. അവര് പലതവണ വോൺ ചെയ്തു, മറുപടിയില്ല. അവസാനം കരാറ് ക്യാൻസൽ ചെയ്തു, അത്ര തന്നെ. സത്യത്തിൽ ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ അവരുടെ കരാറിൽ ഒപ്പിട്ടത്. ഇന്ന് അമ്മയെ ഐശ്വര്യടുത്തി അവിടെ കണ്ടപ്പോഴാ സെക്യൂരിറ്റിയോട് ചോദിച്ച് ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. ഐശ്വര്യ, ഈ കേട്ടതെല്ലാം ശരിയാണ്. രൂപ കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. അതിനിടയ്ക്ക് നിങ്ങൾ ചതിച്ചു. എന്ത് ചതിച്ചു? മനഃപൂർവ്വം ഓരോ അബദ്ധങ്ങൾ കാണിച്ചിട്ട് മറ്റുള്ളവർ ചതിച്ചു തന്നു. വെറുതെ ഐശ്വര്യ കുറ്റം പറയണ്ട, ഇതെനിക്കും ബോധ്യമായതാ. അമ്മേ, ഐശ്വര്യ പറഞ്ഞത് അമ്മ അപ്പടി അങ്ങ് വിശ്വസിച്ചു. അല്ലാതെ അമ്മയ്ക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഇവർ ആ സഹകരണ സംഘത്തിൽ തന്നെ കൃത്യമായി എത്തി കരാർ ഒപ്പിട്ടതെന്താ? മനഃപൂർവ്വം ചതിക്കാനല്ലേ? വസു, തനിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷി പോയോ? ഈ ഐശ്വര്യ പറയുന്ന ഓരോന്നും കേട്ട് താനും വല്ലാത്തൊരവസ്ഥയിലേക്കാ പോകുന്നത്. കഷ്ടമുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഒടുവിൽ ഞാനാ എല്ലാത്തിനും തെറ്റുകാരി. എന്നെ മാറ്റി ഈ ശ്യാമ ആ സ്ഥാനത്തിരുത്താത്തതിന്റെ വാശിയാ ഇവര് കാണിക്കുന്നത്. എന്റെ പൊന്ന ഐശ്വര്യടുത്തി, എനിക്കൊരു സ്ഥാനവും വേണ്ട. എന്റെ ലക്ഷ്യം ഇതല്ല. അത് സംഗീതത്തിന്റെ ലോകമാ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും അഖിൽ സാറിന്റെ പ്രോത്സാഹനം കൊണ്ടും ഞാൻ കുറേശ്ശെ അവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ പൂർണ്ണ തൃപ്തി എനിക്കത് തന്നെ ധാരാളം മതി. നിന്റെ സംസാരം നിർത്ത്. എനിക്ക് പറയാനുള്ളത് അഖിയോടാ. അതിനാ ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പുതിയ കമ്പനി എന്നുള്ള ഐഡിയ വിട്ട് അഖി ഈ കമ്പനിയുടെ ചുമതല ഏൽക്കണം. അത് പറ്റില്ലെന്ന് മുന്നേ ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ കമ്പനി അത് ഞങ്ങള് തുടങ്ങുകയും ചെയ്യും. ശരിക്കും ഈ കമ്പനിയോട് മത്സരിച്ച് തന്നെ ഞങ്ങൾ മുന്നേറും, സംശയമില്ല. എന്നാ ഞാനും വെറുതെ ഇരിക്കില്ല. ഈ കമ്പനി തകരാൻ ഞാൻ സമ്മതിക്കില്ല. അത് നമുക്ക് നോക്കാം. വെല്ലുവിളിയാണോ? അതെ. ഞാൻ നിങ്ങളുടെ കമ്പനി തകർക്കും. വസുന്ധര ഈ പറയുന്നേ. ഓക്കെ, ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ നിന്റെ എല്ല് ഞാനിങ് ഊരിയെടുക്കും. മനസ്സിലായടാ?
മണി കണ്ട. ദൈവമേ, ഇവൻ ഇവിടെയും വന്നോ? ഇനി ഞാൻ ഇവിടെ ഉണ്ടെന്ന് വല്ല സംശയവും? തിരക്ക് പോലീസ് വന്നെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. വെറുതെ അല്ല ഞാനിവളെ രക്ഷിച്ച്. ഇവളെ സ്വഭാവം ശരിക്കും മനസ്സിലായി. കാണാന്നല്ല മുഞ്ച്. വരട്ടെ, നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, നോക്കാം. അശ്വതീച്ചി, ഞാൻ എത്താൻ താമസിച്ചോ? ഞാൻ നിന്നെ വിളിച്ചിവിടേക്ക് വരാൻ പറഞ്ഞിട്ട് കുറച്ച് സമയമല്ലായുള്ളൂ. എന്നാലും ശ്യാമ വേഗം എത്തി. അല്ല, എന്തെന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. എനിക്കൊരു കൺഫ്യൂഷൻ. എന്ത് പർച്ചേസ്? കേക്കട്ടെ. അത് ഞാൻ നിന്നോട്... എന്താ കാര്യം? എന്തായാലും എന്നോട് പറയരുതോ? അത് ശ്യാമേ, നാളെ ഞങ്ങളുടെ വിവാഹ വാർഷിക. അശ്വതീച്ചിയുടെയും അരുണേട്ടന്റെയും വിവാഹ വാർഷികമാണോ? അതെ. അപ്പോ അത് ആഘോഷാക്കാനാണോ രണ്ടുപേരുടെയും തീരുമാനം? അരുണിനൊരു പക്ഷെ ആ ദിവസം ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ എന്റെ ജീവിതത്തിലെ ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. എന്റെ കയ്യിൽ അധികം രൂപയൊന്നുമില്ല. എന്നാലും അരുണിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അതിനിറങ്ങിയതാ ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ. എന്ത് ഗിഫ്റ്റാ വാങ്ങേണ്ടെന്ന് അതെനിക്കറിയില്ല ശ്യാമേ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടല്ലേ, അതാന്ന് തോന്നുന്നു ആകെ ഒരു കൺഫ്യൂഷൻ. ശ്യാമയ്ക്കാവുമ്പോ ഇതൊക്കെ നല്ല നിശ്ചയല്ലേ. എന്താ വേണ്ടേന്ന് നീ ഒന്ന് സെലക്ട് ചെയ്ത് തരണം. അതിനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ. ഇത്രേ ഉള്ളോ? ഇത് സിമ്പിൾ കാര്യല്ലേ. ആദ്യം നമുക്ക് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോവാം. ഓ, അതാ നല്ലതല്ലേ? അതെ, ഒരു കേരള സ്റ്റൈൽ ആയിക്കോട്ടെ. നല്ലൊരു മുണ്ടും ഷർട്ടും. എന്തു പറയുന്നു? അരുണിന് നന്നായി ചേരുവല്ലേ? പിന്നല്ലാതെ. മുണ്ടും ഷർട്ടും അരുണേട്ടന് അടിപൊളിയായിരിക്കും. അപ്പോ മുണ്ടും ഷർട്ടും എന്താ, ഓക്കെ അല്ലേ? അതിഷ്ടായി. എന്നാ വാ, നമുക്ക് അപ്പുറത്തെ ടെക്സ്റ്റൈൽസിൽ നിന്ന് സെലക്ട് ചെയ്യാം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.